ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ നാഷണൽ ഡേയ്സ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെക്കേഷനായി 2-3 ദിവസത്തെ ഹോളിഡേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. റസക്കേമയിലാണ് എൻ്റെ ഫാമിലി ഉള്ളത്. അപ്പം നമ്മൾ അവിടുന്ന് നമ്മൾ അബുദാബിയിലാണ് കേട്ടോ. ഞങ്ങൾ അബുദാബിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി ഉള്ളത് റസക്കേമയിൽ. അപ്പം നമ്മൾ ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനാണ് പതിവ്. അപ്പം നമ്മൾ പോകുന്ന വഴി ലുലുവിൻ്റെ മറ്റേ ലോട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ടല്ലോ, അവിടെ കയറി 2-3 സാധനങ്ങളൊന്ന് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ക്യാമ്പിങ്ങിന് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ ക്യാമ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളും കൂടെ വാങ്ങിക്കണമായിരുന്നു. അവിടെ എല്ലാവരും വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിയർമാർട്ടിൽ പോയിട്ട് ചാർക്കോൾ വാങ്ങിക്കണമായിരുന്നു. ചാർക്കോളും പിന്നെ ദാണ്ട് ഈ പ്ലേറ്റും ഗ്ലാസ് സെറ്റും വരുന്ന അത് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് രണ്ടും മാത്രമേ വാങ്ങിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും വാങ്ങിച്ച് ബില്ല് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് നേരെ റാസക്കേമയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴി ഞാൻ ഈ ചോക്ലേറ്റ് ഷുഗർ ഫ്രീ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും വാങ്ങിച്ച് കഴിച്ചു. ചുമ്മാ വഴി നമ്മൾ ഈ യാത്രയിലൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് വിശപ്പൊക്കെ ഒന്നും കൂടെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പം പിന്നെ ഞാൻ കഴിച്ചപ്പോഴത്തേക്കും മോനും വേണമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതും വാങ്ങിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ഹർദീസ് നോക്കിയായിരുന്നു കേട്ടോ. ഹർദീസ് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, ഷോപ്സ് ഒന്നും കണ്ടില്ല. പിന്നെ അപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ്സ് കണ്ടപ്പം അവിടെ അത് ഇറങ്ങിയിട്ട് നമ്മൾ ഈ വ്രാപ്സ് വാങ്ങിച്ചു. പക്ഷേ വ്രാപ്സ് 9 dirhams ആയിരുന്നു. പക്ഷേ 9 dirhamsന് വെർത്താണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല, ഞാനല്ലെന്നേ പറയൂ. കാരണം ഞാൻ എന്നെ കണ്ടു കാണുമല്ലോ, എൻ്റെ കൈയുടെ അത്രയേ ഉള്ളൂ. എൻ്റെ കൈയുടെ അത്രയേ ഉള്ളൂ. പിന്നെ മോന് ബർഗറും വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ 2 റാപ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുമല്ല, അത് ഒട്ടും ചൂടുമില്ല, നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഹർദീസിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ വെർത്താണ്, നല്ല ഫില്ലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ അപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റാസക്കേമ നമ്മൾ നെസ്റ്റോയിലെത്തിയായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ക്യാമ്പിങ്ങിന് മെയിൻ സംഭവം ടെൻറ്റ് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് വാങ്ങിക്കാമെന്ന് വെച്ചിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ടെൻറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ വേണ്ടത് ഈ ടെൻറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. അതും വാങ്ങിച്ചിട്ട് ഇപ്പോൾ നോക്കും അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതും. ഇത് ഫിറ്റ് ചെയ്യേണ്ടതല്ല, മാനുവൽ അല്ല, ഇത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മളിൽ കുട നിർത്തി വെച്ചാൽ മതി. അതേപോലെ അത് മടക്കി വയ്ക്കാനും അങ്ങനെ എളുപ്പമായിരിക്കും. മാനുവലാകുമ്പം പിന്നെ ആകെ ഓരോ കമ്പിയും അതിൻ്റെ സ്റ്റിക്കും തുണിയും എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒത്തിരി മെനക്കേടാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചെയറും കൂടെ വാങ്ങിക്കണമായിരുന്നു, ഒരു ബീച്ച് ചെയറും വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഈ വ്ളോഗൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് എടുക്കുന്ന സംഭവമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് മറന്ന് ഓർമ്മ വരുമ്പോഴാണ് ഞാനിത് പെട്ടെന്ന് വ്ളോഗ് എടുത്തില്ലല്ലോ, കണ്ടിന്യൂ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് നല്ല രീതിയിൽ മൗണ്ടെയ്ൻസൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ആയിരിക്കും അടുത്താണെന്ന്, പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് യാത്ര വരും. നമ്മൾ ഈ ജബൽ ജയ്സൊക്കെ ഉണ്ടല്ലോ റാസക്കേമയിൽ, അപ്പം നമ്മളിവിടെ നിന്ന് അടുത്താണ്. പക്ഷെ എന്നാലും ഒരു മണിക്കൂറൊക്കെ വരും. നമ്മൾ നല്ല വ്യൂ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ നോക്കിയപ്പോൾ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും സന്ധ്യയായി. പിന്നെ അന്നേരം എനിക്ക് എല്ലാം എടുത്ത് വയ്ക്കുന്ന തിരക്കിൽ ഞാൻ വീഡിയോസൊന്നും എടുക്കാനും വിട്ടുപോയി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 6:30 ആ ടൈമൊക്കെ ആയി. അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ദിബയിലോട്ടാണ് പോയത്. ഫുജൈറ ദിബയിലോട്ട് പോയപ്പോഴത്തേക്കും ഇവിടെ എല്ലാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. 2 സൈഡിലും എല്ലാവരും ഫുള്ള് ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് പാട്ടും ബാർബിക്യൂവും എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫയർ വർക്ക്സും എല്ലാം നടക്കുന്ന നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു പോസിറ്റീവ് ഇവിടുത്തെ നാഷണൽ ഡേ എന്ന് പറയുമ്പോൾ ഇവിടെ യുഎയിലുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കാണെങ്കിൽ പോലും യുഎയുടെ നാഷണൽ ഡേ ആണെങ്കിൽ പോലും നമുക്കത് ഒരു എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസമാണ്. ആ ദിവസം നമ്മൾ ഫുള്ള് നല്ല രീതിയിലായിരിക്കും ഇതാക്കുന്നത്. അപ്പോൾ അതാണ്ട് റൈറ്റ് സൈഡിൽ ഇവിടെ മൗണ്ടെയിനിലൊക്കെ യുഎഇ ഫ്ലാഗിൻ്റെ കളറൊക്കെ വെച്ചിട്ട് അവിടെയും കുറേ പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ ലൈറ്റ്സിൻ്റെ കണ്ടതൊക്കെ അവർക്ക് ഓരോ ടെൻറ്റ് എടുത്തിട്ട് അതിനകത്ത് ടെൻറ്റിൽ ക്യാമ്പ് ചെയ്യുന്നവരും ഉണ്ട്. അതിനകത്ത് അറബികൾ ബാച്ചിലേഴ്സായിട്ട് തന്നെ അവരുടെ അറബി പാട്ടും അവരുടെ ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെയും ഇതാക്കുന്നുണ്ട്. പിന്നെ സൈഡിലല്ലാതെ ഫാമിലീസൊക്കെ ആയിട്ട് അവരും വന്ന് ഫുഡും കഴിക്കുന്നതും എല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം ഒരുപാട് ക്യാമ്പ് സൈറ്റ്സ് ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം പോകുമ്പോൾ നല്ല രസമുണ്ട്. ഈ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 സൈഡും കണ്ടു പോകാനൊക്കെ ഇതുണ്ട്. അപ്പോൾ രാവിലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ മൗണ്ടെയ്ൻസൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇത്ര അടുത്തൊക്കെ ആകുമ്പം ആ ലൈറ്റ്സൊക്കെ വെച്ചൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വ്യൂസ് കണ്ടൊക്കെ പോകാൻ നല്ല റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ പോയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 7 മണിയായി. പക്ഷെ എന്നാലും
തിരക്കുണ്ട്. പക്ഷെ നമുക്ക് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റി. കാരണം കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ നമുക്കങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മൾ പോകുമ്പോൾ തന്നെ അവർ റോഡ് ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളപ്പം നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫുൾ റോഡ് ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നമുക്കവിടെ ക്യാമ്പ് ചെയ്ത് ഇതാക്കാൻ പറ്റി. ഇങ്ങനെ പോകുന്ന വഴി ഇത് ഫുള്ള് ക്യാമ്പിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ തണുപ്പും കൂടെ തുടങ്ങിയുകൊണ്ട് നല്ല ക്ലൈമറ്റും ആയിരുന്നു. പെട്ടെന്ന് ഞാൻ ഇവിടെ പറയുകയും ചെയ്തു, ഡിസംബർ ആകുമ്പോൾ പെട്ടെന്ന് ഈ പ്രാവശ്യത്തെ തണുപ്പ് പെട്ടെന്ന് വന്നതായിരുന്നു. സ്വിച്ചിട്ടാണൊക്കെ ഡിസംബർ ആയപ്പോൾ നല്ല തണുപ്പായിരുന്നു, നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്ന വഴി ഇവിടെ ഫുള്ള് അറബി വീടൊക്കെ ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടിട്ടേക്കുമായിരുന്നു. സാധാരണ ഇങ്ങനെ അവരുടെയൊക്കെ കല്യാണത്തിനാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അപ്പം നാഷണൽ ഡേയ്സ് അതിൻ്റെ അകത്തൊക്കെ കുറേ പാട്ടും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, അവർ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ദാണ്ട് നമ്മൾ ക്യാമ്പിംഗ് സൈറ്റ്സിലെത്തി. നമ്മൾ കുറേ നേരം ട്രാഫിക്കിൽ നിന്ന് ഇതാക്കിയിട്ടാണ് എത്തിയത്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ സ്ഥലത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയും മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി തിരക്കായിരിക്കും, അപ്പോൾ കൺജസ്റ്റഡും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബീച്ച് സൈഡിലൊക്കെ വന്നിട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നല്ല കാറ്റാട്ടോ. കൊണ്ട് നമ്മൾ ടെൻ്റൊക്കെ പറന്ന് ഫുൾ എയറിലാണ്. പിന്നെ അതിനകത്ത് എങ്ങനെയെങ്കിലൊക്കെ ഒരു സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ടെൻ്റ് അവിടെ ഇതാക്കിയത്. എന്നിട്ടും പറ്റുന്നില്ലാത്തതുകൊണ്ട് ടെൻറ്റ് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാർബിക്യൂ ആദ്യം സെറ്റ് ചെയ്തിട്ട് ടെൻറ്റ് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ടെൻറ്റ് ഇപ്പോൾ തണ്ട് എല്ലാം അകത്ത് കുറേ സാധനങ്ങളും നമ്മൾ ബ്ലാങ്കറ്റ്സും പില്ലോസും പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടിട്ടാണ് പിന്നെ ടെൻറ്റ് സെറ്റ് ചെയ്തത്. അപ്പോഴത്തേക്കുമാണ് ഇക്ക എന്നെ വിളിച്ചിട്ടൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓടി വരാൻ പറഞ്ഞത്. ചെന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. നമ്മൾ ഈ ഫൈറ്റോം പ്ലാങ്ക്ടൺ അല്ലെങ്കിൽ ബ്ലൂ ലഗൂൺസ് എന്നൊക്കെ പറയില്ലേ, മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കവരെന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. എനിക്ക് ഓരോ സ്ഥലത്തും ഓരോ ഇതാണല്ലോ, എനിക്കറിയില്ല. നിങ്ങൾ നാട്ടിലെന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. എന്നിട്ട് കണ്ടോ ഈ ബ്ലൂ കളർ, അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ കാണുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സാധാരണ ഈ മാൽഡീവ്സിലൊക്കെ മെയിനായിട്ട് എനിക്ക് പോകാനുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇതിൻ്റെ ബീച്ച് തന്നെ ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അതൊക്കെ കാണണമെന്നായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പം എന്നെ ഇക്ക വിളിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇക്ക എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഓടി ചെന്നിട്ടാണ് ഇത് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ നല്ല നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ടെൻറ്റിൻ്റെ സൈഡിൽ ഒരാളിരുന്ന് മണ്ണിലിരുന്ന് കളിക്കായിരുന്നു. നല്ല തണുപ്പുള്ളതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടായിരുന്നു ഇരുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ സെറ്റായി. നമ്മൾ കുബൂസും ചിക്കനും ഹമ്മൂസും സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ നമുക്ക് വാഷ്റൂംസൊക്കെ യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അവർ അത് 24 hours തുറന്നിട്ട് തന്നേക്കുമായിരുന്നു. നമ്മളിവിടെ ഫുള്ള് ഇതായതുകൊണ്ട് കണ്ടോ, ആ പള്ളിയുടെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് എല്ലാവരും കാറും അതിൻ്റെ ഇടയ്ക്ക് കുറേ ടെൻറ്റും അതൊക്കെ ആയിരുന്നു. പിന്നെ കറക്റ്റ് 12 മണിയായപ്പോഴത്തേക്കും ഫയർ വർക്ക്സ് തുടങ്ങി. ഇവിടുത്തെ നാഷണൽ ഡേ 2-ാം തീയതി ആണല്ലോ, അപ്പോൾ ഞങ്ങൾ പോയത് 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ 12 മണിയായപ്പോഴത്തേക്കും നല്ല ഫയർ വർക്ക്സ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇക്കയുടെ പദവിലോട്ട് തന്നെ പോയി, ഫിഷിങ്ങിലോട്ട് പോയി. അപ്പം അവിടെ ചെയറൊക്കെ ഇട്ടിട്ട് ഫിഷിങ് തുടങ്ങിയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഞാനിവിടെ മോനെ ഉറക്കാൻ വേണ്ടി എത്തിയോട്ടോ. ആൾക്ക് ഉറക്കം വന്നു തുടങ്ങി. കാരണം ഓൾറെഡി 1 മണി 1:30 കഴിഞ്ഞു. അങ്ങനെ ഉറക്കം വന്നു. ഞാൻ ലാസ്റ്റ് ആളെ ഉറക്കി ടെൻറ്റിനകത്ത് തന്നെ ഉറക്കി. അപ്പോൾ നമുക്ക് 2 ടെൻറ്റായിരുന്നു ഉണ്ടായിരുന്നത്.
ടെൻറ്റിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് വെളിയിലത്തെ വ്യൂ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇരിക്കാൻ തോന്നും. പിന്നെ അപ്പോൾ തണുപ്പ് കാരണം വീണ്ടും ടെൻറ്റിനകത്തോട്ട് കയറും. അങ്ങനെ പുറത്തും അകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പം ഉറങ്ങാൻ തോന്നുന്നില്ലായിരുന്നു. പിന്നെയും തണുപ്പും ഒക്കെ ആയിട്ട് പിന്നെ ഒരുപാട് ലേറ്റും ആയി. അപ്പം അതുകൊണ്ട് പിന്നെ ഇരുന്നു. അപ്പം രാത്രി അപ്പം ആകെ ക്ഷീണിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ കിടന്നു. പിന്നെ അപ്പോൾ രാവിലെ ഞാൻ അലാറമൊക്കെ വെച്ചിട്ടായിരുന്നത്, രാവിലെ സൺറൈസ് കാണാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ രാവിലത്തെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം സെറ്റായിരുന്നു. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അലാറമൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ കിടന്നത്. അപ്പം ഞാൻ എന്നിട്ട് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പം നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് 2 പേര് കിടക്കുന്നുണ്ട്. ഇക്കായുടെ കസിനും വണ്ടിക്കകത്തായിരുന്നു കിടന്നത്. പിന്നെ വേറൊരു ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ടെൻറ്റിൽ കിടന്നു. ഞാനും മോനും ഉമ്മയൊക്കെ ഒരു ടെൻറ്റിൽ, വാപ്പയൊക്കെ ഒരു ടെൻറ്റിൽ കിടന്നു. അങ്ങനെ ഇക്കാക്ക് തണുപ്പൊട്ടും പറ്റാത്തതുകൊണ്ടായിരുന്നു വണ്ടിയിലോട്ട് കിടന്നത്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ വേറെ ആരൊക്കെയോ വന്നിട്ട് ടെൻറ്റ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വണ്ടിക്കകത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇതാണ്ട് നല്ല തണുപ്പുമുണ്ട്, ആ ഒരു മലയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ്റൂമിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇന്നലെ അവിടുത്തെ പോലീസൊക്കെ ഫുള്ള് അവർക്ക് ഡ്യൂട്ടി ആയിരുന്നല്ലോ. അപ്പോൾ അവരുടെയൊക്കെ കാർസൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് അവരകത്ത് റെസ്റ്റ് കൊടുക്കുവാന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ നല്ല തണുപ്പുണ്ട്. ഒത്തിരി പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം ആൾക്കാർ ക്യാമ്പ് എടുത്തിട്ട് നല്ല നീറ്റ് സ്ഥലവും അത് രാവിലെ ആയപ്പോൾ നല്ല രസമുണ്ട്. ഒരു സൈഡിൽ മലയും മറ്റേ സൈഡിൽ ബീച്ചും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സൺ എത്തിയിട്ടുണ്ട്. ഞാൻ ചെന്ന മുമ്പിൽ വരാത്തേ പക്ഷെ ഇപ്പോഴാണ് ആൾ വന്നത്. സമയം 7 മണിയായി. ഇപ്പോഴാണ് ആൾ വരുന്നത്. നല്ല രസമുണ്ട് സൺറൈസൊക്കെ കാണാൻ. ലൈഫിൽ വല്ലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സൺറൈസും സൺസെറ്റും ഒക്കെ. സൺസെറ്റൊക്കെ നമ്മൾ എല്ലാവരും മിക്കപ്പോഴും കാണാറുണ്ട്. പക്ഷെ സൺറൈസ് ആകെ വല്ലപ്പോഴും ചിലത് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കാണാതിരുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. ടെൻറ്റൊക്കെ അടുത്തെത്തി. ആള് നല്ല ഉറക്കം, എണീറ്റിട്ടില്ല. ഡയപ്പറൊക്കെ വെച്ചിട്ട് എന്തെടുത്ത് മാറ്റണമെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് നല്ല ഉറക്കമാണ് ആള്. അതൊക്കെ പ്രൈവറ്റ് ക്യാമ്പിങ് സൈറ്റ്സ് ആട്ടോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ഒന്നും നമുക്ക് അലോഡില്ല. നമുക്ക് ബീച്ച് സൈഡിൽ ഇവിടെ ധാരാളം മതി. ഇവിടെ ഇതുകൊണ്ട് ബീച്ചും എല്ലാം കണ്ട് ആസ്വദിക്കാം. ഓരോരുത്തരൊക്കെ പാത്രം കഴുകാൻ വെള്ളം വന്നെടുക്കുന്നുണ്ട്. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും എണീറ്റ് ഇത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോനും എണീറ്റപ്പോഴത്തേക്കും ആൾ ബീച്ച് കണ്ടപ്പോഴത്തേക്കും കൺട്രോൾ പോയി നേരെ ബീച്ചിലോട്ട് തന്നെ പോയത്. അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ആളെ ഫുള്ള് കുളിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് ആളെ കുളിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാ പാക്കിങ്ങൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകണമല്ലോ. കാരണം പിന്നെ ആയപ്പോഴത്തേക്കും നല്ല ഭയങ്കര വെയിലായി. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിൽക്കേണ്ട, തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ എടുത്ത് സെറ്റാക്കി നമ്മൾ പിന്നെ കാറിലൊക്കെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അങ്ങോട്ട് വന്നപ്പം രാത്രി ആയതുകൊണ്ട് ഈ രാവിലത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ലോ. രാത്രിയുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പം മലകളുടെ സൗന്ദര്യമൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നമ്മൾ പോയിട്ടുണ്ട്, ഫുജിറ കോർഫക്കാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു തവണ പോകുമ്പോഴും രസമാണല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ ജസ്റ്റ്
നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, അപ്പുറം ഇപ്പുറം എല്ലാവരും ക്യാമ്പർ വാനിൽ പിന്നെ ടെൻറ്റിലും എല്ലായിടത്തും ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് ആൾ കുറഞ്ഞു തുടങ്ങുക. കാരണം വെയിലും അല്ലേ. രാവിലെ ആകുമ്പോൾ ഇവിടെ ഇത്തിരി ചൂടുണ്ട്. പിന്നെ രാത്രി ആകുമ്പോൾ തണുപ്പുണ്ട് കേട്ടോ. പിന്നെ നല്ല മലയിലൊക്കെ നമ്മുടെ UAE ഫ്ലാഗിൻ്റെ കളറൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴി ഫുൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്യാമ്പ് ചെയ്ത പോലെ തന്നെ ഒരു സൈഡിൽ ബീച്ചും ഒരു സൈഡിൽ മലയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറേ ഫാക്ടറികളൊക്കെ ഉണ്ട്. എന്ത് ഫാക്ടറിയൊക്കെ ആയിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഒരു കുട്ടി ക്യാമ്പിംഗ് വ്ലോഗായിരുന്നു കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്കും ഇതേപോലത്തെ ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.